RSS നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 10ാം പ്രതിക്കും വധശിക്ഷ. ആലപ്പുഴ വട്ടക്കാട്ടുശ്ശേരി വീട്ടിൽ നവാസ് കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്നു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. നേരത്തെ വിധി പറഞ്ഞ ഘട്ടത്തിൽ 10ാം പ്രതി ചികിത്സയിലായിരുന്നു. ശരത് വിവരങ്ങളുമായി. ശരത്, എന്താണ് ഇപ്പോൾ കോടതി വിധിയുടെ വിശദാംശങ്ങൾ? സ്മൃതി, അതായത് 2021 ഡിസംബർ 18 ആലപ്പുഴയിലെ തരത്തിൽ SDPI നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം BJPയുടെ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായ രഞ്ജിത്തിനെയും ഇത്തരത്തിൽ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചേർന്ന് ആലപ്പുഴയിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ നേരത്തെ 1ാം ഘട്ട വിചാരണ പൂർത്തീകരിച്ച സമയത്ത് 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ 10ാം പ്രതി നവാസ് ചികിത്സയിലായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ 10ാം പ്രതി നവാസിനെ വീഡിയോ കോൾ വഴി കോടതിയിൽ ഹാജരാക്കിയത്. ശേഷം നവാസ് കുറ്റക്കാരനെ കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിട്ടുള്ളത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസിനാണ് കോടതിയുടെ വിലയിരുത്തൽ. രഞ്ജിത്ത് കൊല്ലപ്പെട്ടതിന് തലേ ദിവസം നടത്തിയ ഗൂഢാലോചനയ്ക്ക് പിന്നാലെ 12 പ്രതികൾ രഞ്ജിത്തിന്റെ വീട്ടിൽ കയറി അതിക്രമിച്ച് ഹാമർ കൊണ്ട് തലക്കടിച്ചും വാളുകൊണ്ട് വെട്ടിയും മഴുകൊണ്ട് വെട്ടിയും ഒക്കെ തന്നെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ വധശിക്ഷ വിധിക്കുകയും ചെയ്തത്. ശരത് വിവരങ്ങൾ നൽകിയത്.